കൊല്ലം മൈനാഗപ്പള്ളിയിൽ ആക്സിഡൻ്റായി തെറിച്ചു വീണ സ്ത്രീയുടെ പുറത്തൂടെ കാർ ഓടിച്ച് പ്രതികൾ രക്ഷപ്പെട്ടു. ഇന്നലെ ഉണ്ടായ ഒരു സംഭവം തന്നെയാണിത്. ഇന്നലെ ശാസ്താംകോട്ട പോലീസ് അതിർത്തിയിലാണ് ഈ സംഭവം ഉണ്ടായത്. അവിടെ റോഡിൻ്റെ സൈഡിലെ ഒരു സ്കൂട്ടറിൽ നിന്ന് റോഡ് ക്രോസ് ചെയ്യാൻ ശ്രമിച്ച് ഒതുക്കി നിന്ന രണ്ട് സ്ത്രീകൾ, സഹോദരിമാർ, കാറ് സിസാക്കായിട്ട് ഓടിച്ചു വന്ന് ഇവരെ ഇടിച്ച് തെറിപ്പിച്ചു. ഒരു സ്ത്രീ കാറിന് അടിയിൽ വീണു. ആൾക്കാരെല്ലാം ഓടിക്കൂടി. കാർ നിന്നു. ആൾക്കാർ പറഞ്ഞു കാർ എടുക്കരുത്, കാറിൻ്റെ അടിയിൽ ആൾ കിടക്കുന്നു. എന്തായാലും അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു കാറെടുത്ത് ആ സ്ത്രീയുടെ ദേഹത്തൂടെ കാർ കയറ്റി അവിടെ നിന്ന് രക്ഷപ്പെടുന്ന കാഴ്ച കണ്ടു. നാട്ടുകാർ മുഴുവൻ ഇടപെട്ടു. മദ്യപിച്ച് കാർ ഓടിച്ചു വന്ന അജ്മൽ എന്ന ഒരാളും കൂടെ ഒരു സ്ത്രീയും നാട്ടുകാർ കണ്ടു. പിന്നാലെ നാട്ടുകാർ വാഹനമെടുത്ത് അവരുടെ പുറകെ പോയി. അതിസ്പീഡിൽ റോഡിലെ സിസാക്ക് മാനറിൽ ഇടതും വലതുമായിട്ട് വണ്ടി ഓടിച്ച് അവർ പോയി. നാട്ടുകാർ പിടിക്കുമെന്ന് വന്നപ്പോൾ റോഡിലെ വണ്ടി നിർത്തി. അതിൻ്റെ ഡ്രൈവർ അടുത്ത വീടിൻ്റെ മതിൽ ചാടി ഓടി രക്ഷപ്പെട്ടു. കാരണം മുൻവശത്ത് ഇരുന്ന സ്ത്രീയെ പെട്ടെന്ന് റോഡിന് ഇടത്തുള്ളൊരു വീട്ടിൽ കയറി അഭയം പ്രാപിച്ചു. ആ സ്ത്രീ മദ്യപിച്ചിരുന്നു. നാട്ടുകാർ അവിടെ പോലീസിനെ അറിയിച്ച് പോലീസ് അവരെ ശാസ്താംകോട്ട പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. അവർ നന്നായിട്ട് മദ്യപിച്ചിരിക്കുന്നു. അവരെ ഒരു കരുനാപ്പള്ളിയിലുള്ള ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലെ ഡോക്ടറാണ്, ഡോക്ടർ ശ്രീകുട്ടി, അവരും മദ്യപിച്ചിരിക്കുന്നു. ആ വാഹനം ഇടിച്ച് സ്ത്രീയെ തെറിപ്പിച്ച് റോട്ടിൽ വീണ് കിടക്കുന്ന അവരുടെ കാറിൻ്റെ അടിയിൽ കിടന്ന ആ സ്ത്രീ കാറിൻ്റെ അടിയിൽ കിടക്കുന്നു എന്ന് അവിടെ കൂടിയവരെല്ലാം ഉറക്ക നിലവിളിച്ച് പറഞ്ഞുകൊണ്ട് കിടക്കുന്നു. ആൾക്കാർ കൂടുന്ന കണ്ടപ്പം അവരുടെ പുറത്തൂടെ കാർ കയറ്റി അവരവിടുന്ന് രക്ഷപ്പെടുകയായിരുന്നു. അവരുടെ ജീവൻ രക്ഷപ്പെടുത്താൻ അവർ നോക്കി. ഒരു ജീവൻ പരിക്കേറ്റ് റോഡിൽ കിടക്കുന്നത് അതിൻ്റെ പുറത്തൂടെ കയറിയാലും ഞങ്ങൾ രക്ഷപ്പെടണം എന്ന് കരുതി അവർ പോയി. രണ്ടുപേരും മദ്യപിച്ചിരുന്നു. ഏതായാലും പിന്നീട് പോലീസ് ഈ കാർ ഡ്രൈവറെ അവർ തപ്പിയെടുത്തു. അജ്മൽ മദ്യപാനിയാണ്. 8 കേസിലെ പ്രതിയാണ്. മോഷണം, പിടിച്ചുപറി, ചീറ്റിങ്, അങ്ങനെ നിരവധി കേസിലെ പ്രതിയുമായിട്ടാണ് ഡോക്ടർ ശ്രീകുട്ടിക്ക് അടുപ്പം. ശ്രീകുട്ടി അയാൾ ഒന്നിച്ച് ചേർന്ന് നിൽക്കുന്ന ഫോട്ടോ ഒക്കെ നമ്മൾ കണ്ടു. പോലീസ് ഏതായാലും അവരെ പോലീസ് കസ്റ്റഡിയിലാണ്. അജ്മലിനെ കിട്ടിയോടുകൂടി ആണ് അജ്മലിൻ്റെ കഥ അറിയാവുന്ന പോലീസ് അയാളെ ഈ കേസിലേക്ക് നരഹത്യക്ക് കേസെടുത്തു. 304 IPC പഴയത്. ആ കേസിനകത്ത് ജാമ്യം കിട്ടാൻ സ്വല്പം ബുദ്ധിമുട്ടാണ്. 10 വർഷം വരെ തടവ് ശിക്ഷ കിട്ടും. നമുക്കറിയാം ബഷീർ എന്നൊരു പത്രപ്രവർത്തകനെ ഇവിടെ IAS ഇടിച്ചിട്ട കാര്യം നമുക്കറിയാം. അത് നരഹത്യക്കാണ് കേസെടുത്ത്. അത് മദ്യവെച്ച് വാഹനം ഓടിച്ച് ഇടിച്ച് ബഷീറിനെ കൊന്നിട്ട് അതിനകത്ത് ചില പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ സഹായത്തോടു കൂടി അയാൾ 2 മണിക്കൂർ കഴിഞ്ഞിട്ട് മാത്രമാണ് രംഗത്ത് വരുന്നത്. അതുകൊണ്ട് മെഡിക്കൽ പരിശോധനയിൽ ഒന്നും ലഭിച്ചില്ല. ഇവിടെ എന്തായാലും രണ്ടുപേരെയും മെഡിക്കൽ പരിശോധന നടത്തിയിരിക്കുന്നു. നരഹത്യക്ക് കേസ് കൊടുത്തു. ശ്രീകുട്ടിയെ ഏതായാലും പോലീസ് അറസ്റ്റ് റെക്കോർഡ് ചെയ്തു. ഇവര് ഇന്നലെ ഓണത്തിന് എവിടെയോ പോയിരുന്ന് മദ്യവെച്ചിട്ട് അവർ വരികയായിരുന്നു. അവരുടെ കൂടെ മറ്റൊരാളും ഉണ്ടായിരുന്നു എന്ന് ശ്രീകുട്ടി പോലീസിൻ്റെ അടുത്ത് പറഞ്ഞു. അതൊരു സ്ത്രീ ആയിരുന്നു എന്ന് കേൾക്കുന്നു. അവരും മദ്യവെച്ചിരുന്നു. അവർ വഴിക്ക് ഇറങ്ങി. ഈ അപകടത്തിന് തൊട്ടു മുമ്പ് അവർ ഇറങ്ങിയതായിട്ടാണ് മനസ്സിലാകുന്നത്. അവരെ ഇപ്പം പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്, ചോദ്യം ചെയ്തു വരുന്നു. മനുഷ്യാവകാശ കമ്മീഷൻ ശ്രീമതി VK ബീനകുമാരി അവര് ഇമ്മീഡിയറ്റ് ആയിട്ട് കേസെടുക്കുകയും ചെയ്തു. ഗവൺമെന്റിന്റെ അടുത്ത്, പോലീസിന്റെ അടുത്ത് 2 ആഴ്ചക്കുള്ളിൽ ഇതിന്റെ റിപ്പോർട്ട് ഹാജരാക്കാനും പറഞ്ഞു. ഏതായാലും ഒരു സ്ത്രീയാണ്, ക്യാൻസർ പേഷ്യൻ്റ് ആണ്. അവർ റോഡ് ക്രോസ് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യുന്ന സമയത്താണ് അവരെ ഇടിച്ചിട്ടത്. കുഞ്ഞുമോൾ എന്നാണ് അവരുടെ പേര്. 45 വയസ്സ് പ്രായമുണ്ട്. അവരുടെ സഹോദരി പരിക്കേറ്റു. അവർ രക്ഷപ്പെട്ടു. ഈ കാറ് അവിടുന്ന് രക്ഷപ്പെട്ട് ഓടുന്നതിൻ്റെ ഇടയ്ക്ക്
മറ്റൊരു കാറിനെ ഇടിച്ചു, വേറൊരാൾക്ക് ചെറിയ പരിക്കുണ്ട്. ഈ ക്രിമിനലുമായിട്ടുള്ള ബന്ധം എങ്ങനെ ഉണ്ടായി എന്നൊക്കെ പോലീസ് അന്വേഷിക്കണം. ഒരു അപകടം ഉണ്ടായ സ്ഥലത്ത് അതിന് കാരണക്കാരായ ആളും ആ കാറിൽ സഞ്ചരിച്ചവരൊക്കെ പരിക്കേറ്റ ആളെ ഫസ്റ്റ് എയ്ഡ് കൊടുക്കാനോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനും ബാധ്യസ്ഥരായ നിയമപരമായിട്ട്. അതില്ലെങ്കിൽ, അങ്ങനെ ചെയ്തില്ലെങ്കിൽ അതൊരു കുറ്റമായിട്ടാണ് മോട്ടോർ വെഹിക്കിൾസ് ആക്ടിനകത്ത് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഇവിടെ ഒരു ഡോക്ടറാണ് അവിടെ ഇരിക്കുന്നത്. ആ ഡോക്ടറെ ചുമതല അവർ നിർവഹിച്ചില്ല. ഇവർ ഡോക്ടറാണോ എന്ന് സംശയമുണ്ട്. കാരണം ഇവർ നെയ്യാറ്റിൻകരക്കാരിയാണ്. ഇവരെ എന്തായാലും ആ ഹോസ്പിറ്റലിൽ നിന്ന് അവരെ പിരിച്ചുവിട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇവരുടെ കടമ ഒരു അപകടം ഉണ്ടാകുന്ന രോഗിക്ക് എത്രയും പെട്ടെന്ന് ഫസ്റ്റ് എയ്ഡ് കൊടുക്കാനാണ്. പ്രത്യേകിച്ച് ഇവർ സഞ്ചരിച്ച കാർ ഒരു അപകടത്തിൽപ്പെടുമ്പോൾ ആ ഇഞ്ചോടിനെ രക്ഷപ്പെടുത്താനും ഫസ്റ്റ് എയ്ഡ് എടുക്കാനും അവരെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ബാധ്യസ്ഥയായ സ്ത്രീ, പ്രത്യേകിച്ച് ഡോക്ടർ MBBS ഡിഗ്രിയുള്ള ഒരു സ്ത്രീ അവിടുന്ന് ഓടി രക്ഷപ്പെടുന്ന കാഴ്ചയാണ് കണ്ടത്. അവർ മദ്യപിച്ചുകൊണ്ടായിരിക്കാം അവർ കാറെടുത്ത് രക്ഷപ്പെടുക എന്ന് അവരുടെ സുഹൃത്ത് അജ്മലിൻ്റെ അടുത്ത് പറയുന്നത്. അയാളും നല്ലതായിട്ട് മദ്യപിച്ചിരിക്കുന്നു, ഡ്രഗ്സ് അഡിക്റ്റ് ആണ്. അയാൾക്ക് എതിരായിട്ട് 7-8 കേസിലെ പ്രതിയുണ്ട്. ഈ ക്രിമിനലുമായിട്ടുള്ള ബന്ധം എങ്ങനെയാണ് ഇവർക്ക് ഉണ്ടായത്? അവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്തായാലും പോലീസ് അന്വേഷിക്കണം. എങ്ങനെയാണ് ഇയാളുമായിട്ട് ബന്ധം വന്നതെന്ന്. ഹോസ്പിറ്റലിൽ വന്നുള്ള ഒരു പരിചയമാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവർ പോലീസിൻ്റെ അടുത്ത് ചില കാര്യങ്ങളൂടെ പറഞ്ഞിരിക്കുന്നു. ഈ കൂടെയുള്ള സുഹൃത്ത് അവരുടെ കൈവശമുള്ളായിരുന്ന സ്വർണ്ണാഭരണങ്ങൾ മുഴുവൻ അടിച്ചെടുത്ത് മാറ്റിയിരിക്കുന്നു. ക്രിമിനലുമായിട്ട് ബന്ധം വന്ന, ഡ്രഗ്സ് അഡിക്റ്റ് ആയിട്ട് ബന്ധം വന്ന, അത് പ്രത്യേകം ആരുടെ പറയേണ്ട ആവശ്യമില്ലല്ലോ. പ്രത്യേകിച്ച് ഒരു വിദ്യാഭ്യാസമുള്ള സ്ത്രീയാണ്. അവർക്ക് അറിഞ്ഞുകൂടെ ഒരു ക്രിമിനലുമായിട്ട് ബന്ധപ്പെടാൻ പാടില്ല എന്ന്. പ്രത്യേകിച്ച് ഇത്രയും ആൾക്കാർ ബഹുമാനിക്കുന്ന ഒരു പോസ്റ്റിൽ, ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലെ ഡോക്ടറായിട്ട് ഇരിക്കുന്ന സ്ത്രീയാണ്. എന്തായാലും അവരുടെ ഡോക്ടറേറ്റ് MBBS ഡിഗ്രി ഇനി പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അവരുടെ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അവരെവിടെയൊക്കെ ജോലി ചെയ്തു എന്ന് നമ്മൾ നോക്കേണ്ടിയിരിക്കുന്നു. അവരും ഡ്രഗ്സ് കടത്തുമായിട്ട് ബന്ധമുണ്ടോ എന്ന് നോക്കേണ്ടിയിരിക്കുന്നു. കൂടെയുള്ള പ്രതി, വാഹനം ഓടിച്ച അയാൾ 8 കേസിലെ പ്രതിയാണ്. ഏതായാലും ആ കാറ് വേറൊരു സ്ത്രീയുടെ പേരിലുള്ളതാണ്. അത് ഇവർ വാടകയ്ക്ക് എടുത്തതാണോ, അതോ ഇവർക്ക് ഓടിക്കാൻ കൊടുത്തതാണോ, അതോ ആ കാറിൻ്റെ ഓണർഷിപ്പ് മാറ്റാത്തതാണോ? ആ കാറിന് ഇൻഷുറൻസ് ഇല്ല എന്നും പറയുന്നുണ്ട്. വരും ദിവസങ്ങളിൽ അതും വലിയൊരു ബാധ്യതയാവും അവർക്ക്. എന്തായാലും പോലീസ് അവരെ നരകത്തേക്ക് അവരെ കൂടെ ഉൾപ്പെടുത്തി അറസ്റ്റ് റെക്കോർഡ് ചെയ്ത് റിമാൻഡ് ചെയ്തിട്ടുണ്ടാവും ഇപ്പം എന്ന് ഞാൻ കരുതുന്നു.